ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവയും ചേർക്കാം. ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ നമ്മൾ ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും വെള്ളം ഈ മാവിന് മതിയാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ അവസാനം അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ ദോശ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ക്യുമിൻ സീഡ്സ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് സവോള അതുപോലെ പൊടി പൊടിയായി അരിഞ്ഞത്, ഒരു പകുതി തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഈ ഒരു ദോശയ്ക്ക് അത്യാവശ്യം എരിവ് വേണം, അപ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ നാളികേരം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളിതിൽ 1.5 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ മാവിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ, ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ. നമ്മളിപ്പോൾ അതിങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അതായത് മീഡിയത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ദോശ നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് അങ്ങോട്ട് പരത്താനൊന്നും പറ്റില്ല. കുറച്ച് കട്ടിയായിട്ടുള്ള ദോശയാണ്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. ഈ സമയത്ത് നമുക്ക് ദോശ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മേലെ ഇതുപോലെ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ആ മേൽഭാഗം നന്നായിട്ട് ആ മാവൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക. ഇത് കുറച്ച് കട്ടിയുള്ള ദോശ ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. 2 സൈഡ് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ പിന്നെ നമുക്കത് എടുക്കാം. ഇത് നമുക്ക് ബ്രെഡ് ബാക്കി വരുന്ന സമയത്ത്, അതായത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വാങ്ങിയിട്ട് ഒരു 3-4 പീസൊക്കെ ബാക്കി വരുന്ന സമയത്ത് അത് വേസ്റ്റ് ആക്കാതെ അത് വെച്ചിട്ട് ചെയ്യാവുന്ന നല്ലൊരു ദോശ റെസിപ്പിയാണ്. 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു ചട്നിയോ അല്ലെങ്കിൽ കറികളോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്